ഹലോ നമസ്കാരം, എല്ലാവർക്കും ഈസി സ്നാക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നേക്കുന്നത്. സ്റ്റിൽ ഞങ്ങളിപ്പോൾ ക്വാറൻറ്റൈനിലാണ്. അജിയേട്ടൻ വീട്ടിലെത്തിയിട്ടുണ്ട്. 7 ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അജിയേട്ടൻ പിന്നെയും വീട്ടിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അജിയേട്ടൻ വന്നതിന് ശേഷമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാനിന്ന് കുറച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. തലേ ദിവസം ഞാൻ ഇഡ്ഡലി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂടി ഞാൻ ഒറ്റ മാവ് അരയ്ക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും, ഒരു ദിവസം ദോശ ഉണ്ടാക്കും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അരച്ച് വെച്ച ഇഡ്ഡലി മാവിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കാണ്. കാരണം നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ ഉപ്പ് അവരുടെയൊക്കെ ആവും. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ച് അതിനുശേഷം നമ്മുടെ ഇഡ്ഡലിച്ചെമ്പ്, ഇഡ്ഡലി പാത്രം, ഞങ്ങളൊരു കുട്ടിച്ചെമ്പാണ് ഇവിടെ, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. മോന് കൊടുക്കാനുള്ള മുട്ടയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അടുപ്പത്ത് പുഴുങ്ങാനൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മുട്ടയാണ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിൽ 2 സാധനം വെന്ത് കിട്ടും. പിന്നെ ഞാൻ ഇഡ്ഡലിയുടെ തട്ടിൽ പരട്ടണത് കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ. ദോശയ്ക്ക് ഇഡ്ഡലിക്കും ഞാൻ കൂടുതലായിട്ടും നല്ലെണ്ണ, അതേപോലെ തന്നെ നെയ്യാണ് ഉപയോഗിക്കാറ്. നെയ്യ് ദോശയ്ക്ക് ഉപയോഗിക്കും, ഇഡ്ഡലിക്ക് നല്ലെണ്ണ തന്നെയാണ് എപ്പോഴും പരട്ടാറ് കേട്ടോ. നല്ലെണ്ണ പരട്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു അടിപൊളി മണമാണ് ഇഡ്ഡലിക്ക്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ലെണ്ണ പറ്റിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ഇഡ്ഡലി കിട്ടും. അതേപോലെ തന്നെ ദോശയിൽ നെയ്യും ഇച്ചിരി നല്ലെണ്ണയും കൂടി ഒഴിക്കുകയാണെങ്കിൽ അടിപൊളി നല്ല സ്മെല്ലായിരിക്കും ദോശയ്ക്ക്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ആ എണ്ണയൊക്കെ ഒന്ന് പുരട്ടി നമ്മുടെ ഇഡ്ഡലി മാവ് ഒഴിച്ച് ഇനി ആവി കയറ്റാൻ വെക്കണം കേട്ടോ. ഒറ്റ ട്രിപ്പിൽ 2 തട്ട് വെച്ചിട്ട് ആവി കയറ്റാൻ ഞാൻ, പക്ഷേ ഓരോ ട്രിപ്പ് ആകെ 2 തട്ട് ഉണ്ടാക്കിയാൽ മതി. അത്ര ഇഡ്ഡലി ആവശ്യമുള്ളൂ. അപ്പോൾ ഓരോ ട്രിപ്പ് ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഡ്ഡലി ഞാൻ എന്താ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പിന്നെ അവിടെ ഇരുന്നിട്ടൊന്ന് വേവട്ടെ, ഒരു 5-10 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇഡ്ഡലി വെന്ത് വന്നപ്പോഴും ഞാൻ തലേദിവസം സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തലേദിവസം സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പിറ്റേ ദിവസം രാവിലത്തേക്ക് എന്തായാലും ഇഡ്ഡലി ആയിരിക്കും. അപ്പോൾ ആ സാമ്പാർ ഒന്ന് ചൂടാക്കി, അതേപോലെ തന്നെ ഇതാ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇച്ചിരി വെള്ളം കുടഞ്ഞ് വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ടർ കവർ ഒന്ന് ഡ്രൈ ആവും. ഇത് പാലാണ്, മോന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് തിളപ്പിക്കാൻ വെച്ചു ആ സമയത്ത് തന്നെ. അപ്പോൾ ഇതാ ഇഡ്ഡലി നല്ല ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല ക്ലിയർ ആൻഡ് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പിന്നെ ഇഡ്ഡലിയുടെ അതൊന്ന് നേരിയതായിട്ട് ചൂടാറുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് കുത്തിയെടുക്കണം, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് ഒന്നും കൂടി ഡ്രൈ ആവും. അപ്പോൾ ഇതാ അന്തും അജയേട്ടനും ഇഡ്ഡലി കഴിക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട്. അപ്പോൾ അന്തു അജയനുള്ള കാരണം സാമ്പാർ വേണമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് സാമ്പാറിൽ മുക്കി അജയേട്ടൻ കഴിക്കുന്നത് നോക്കിയിട്ടാണ് ആൾ കഴിക്കുന്നത്. ആൾക്ക് കറക്റ്റായിട്ട് കഴിക്കാറിയത്തില്ല. അപ്പോൾ അജയേട്ടൻ എന്താ ചെയ്യണത് അതേപോലെ തന്നെ ചെയ്യാൻ നോക്കുകയാണ് ആൾ, ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിക്കാൻ കേട്ടോ. അപ്പോൾ അജയേട്ടൻ ഇഡ്ഡലിയിൽ മുക്കുമ്പോൾ ആളും ഇഡ്ഡലിയിൽ സാമ്പാറിൽ മുക്കി ഇഡ്ഡലി വെക്കും. അങ്ങനെ ഞാനപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇതൊക്കെ കഴിച്ച് അതിന് ശേഷം അന്തുവിൻ്റെ നഖം ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് വെട്ടി കൊടുക്കാൻ കേട്ടോ. ആ സമയത്ത് ഇരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം കളിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് വെട്ടുന്നത്. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തുണി തലേദിവസം ഞാൻ രാത്രി അലക്കി വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണി ഒന്ന് വെയിലായിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ഇനി അടുത്ത സെറ്റ് തുണി ഒന്ന് വിരിക്കണം. ഇപ്പോൾ 2 ദിവസമായിട്ട് വയ്യാത്തതുകൊണ്ട് കുറച്ച് തുണികളായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അലക്കിയത്. അപ്പോൾ എല്ലാ തുണികളും എടുത്തിട്ട് ഇനി നമ്മുടെ അടുത്ത സെറ്റ് അലക്കിയത് വിരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അലക്കി മെഷീനിൽ ഇട്ടിച്ച തുണികൾ ഇപ്പോൾ ഒന്ന് ഉണക്കാനായിട്ടിടാണ്. അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മെഷീനിൽ തുണി ഇടുകയാണെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോട് കൂടി ആ തുണി പുറത്തുകൊണ്ട് വിരിക്കുകയാണെങ്കിൽ നല്ല വെയിലത്ത് ഉണങ്ങിയിട്ട് നമുക്ക് ഉച്ച കഴിയുമ്പോഴേക്കും തുണി മടക്കി വെക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഒട്ടും പറ്റാത്ത ദിവസങ്ങളിലാണ് ഞാൻ വൈകുന്നേരം തുണി അലക്കുള്ളൂ. അപ്പോൾ ആ മഞ്ഞ് കൊണ്ട് അവിടെ കിടന്ന് പിന്നെ പിറ്റേ ദിവസം ഉച്ചയായാലും അത് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ കാരണം പൊടിയുള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തുണി എടുക്കണതാണ് നല്ലത്, പുറത്തിടാണെങ്കിൽ കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകുന്നത്. ഇന്നിപ്പോൾ ഇനി ലഞ്ചിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ്റെ ഒന്നും കാര്യമില്ല. കാരണം തലേദിവസത്തെ ചോറ് കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അത് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ സാമ്പാർ ഇരിപ്പുണ്ട്, അവിയലുണ്ടാക്കിയത് ഇരിപ്പുണ്ട് തലേദിവസം. അതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു ഉണക്കച്ചെമ്മീൻ വറുത്ത അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുടിക്കാനുള്ള വെള്ളമാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ജീരകവെള്ളം ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കുകയാണ്. രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരെണ്ണം തിളപ്പിക്കും, അത് ഉച്ചയാകുമ്പോൾ തീരും. അതിന് ശേഷം പിന്നെ ഉച്ചയോടുകൂടി വേറൊരു പാത്രം കൂടി തിളപ്പിക്കും. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൂടോട് കൂടി തന്നെ കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട് തൊണ്ടയ്ക്കൊക്കെ.
ഇത് തലേദിവസത്തെ ചോറാണ്. ഞാനപ്പോൾ ഈ ചെരുവത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് ഇതായി എടുത്തിട്ട് തണുപ്പാറിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് ഊറ്റി വെക്കാണ്. അപ്പോൾ കിച്ചണിലെ പണികളൊക്കെ കാര്യങ്ങളൊക്കെ വേഗം തീർത്താൽ പിന്നെ കുറച്ച് നേരം കിടക്കുകയും മോൻ്റെ ഒപ്പം ഇരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അന്നത്തെ കാര്യം ഞാനും ഇപ്പോൾ ടയേർഡാണ്. അപ്പോൾ കൂടുതൽ സമയം ഞാനിങ്ങനെ കിച്ചണിൽ കുക്കിങ്ങിന് വേണ്ടിയിട്ടൊന്നും നിൽക്കാറില്ല ഇപ്പം. അപ്പോൾ ഇത് അവിയലും സാമ്പാറും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് തണുപ്പാറി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് പാത്രത്തിലോട്ട് ഇട്ട് ചൂടാക്കാം കേട്ടോ. രാവിലെ എടുത്തപ്പോൾ ഞാൻ രാവിലത്തേക്ക് മാത്രമുള്ളത് എടുത്തുള്ളൂ. കാരണം തലേദിവസം ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ ഞാൻ പുറത്ത് വെച്ചിട്ട് അത് കേടാവാനായിട്ട് ഒരു ഇത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പം എടുത്തിട്ട് ചൂടാക്കുള്ളൂ ആവശ്യത്തിന്. ഇത് അവിയലാണ്. തലേദിവസം ഉണ്ടാക്കിയതാണ്. അവിയലും സാമ്പാറായിരുന്നു തലേദിവസം. പിന്നെ ഞാനും ഡിന്നർ കഴിച്ചില്ല, അജയനും ഡിന്നർ കഴിച്ചില്ല, മോൻ മാത്രം കഴിച്ചുള്ളൂ. അപ്പോൾ ഒത്തിരി ഭക്ഷണം ബാക്കി വന്നു. ഇനിയിപ്പം ഇന്ന് വൈകുന്നേരത്തേക്ക് കൂടി ഉള്ളതുണ്ട്. അപ്പോൾ അവിയലൊന്ന് ചൂടാക്കി വെക്കാണ്. അപ്പോൾ അത് നാട്ടിൽ നിന്ന് അനിയത്തി വിളിക്കുന്നുണ്ട്. ആളോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഉള്ളി നന്നാക്കാൻ കേട്ടോ. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പാത്രത്തിൽ ഉണക്കച്ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മോന് 6 മാസമുള്ളപ്പോൾ നാട്ടിൽ പോയി വന്ന സമയത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇപ്പോൾ അവന് 2 വയസ്സായി. ഇത്ര നാളായിട്ടും തീർന്നിട്ടില്ല. ഞാൻ കിള്ളിയ ഉണക്കച്ചെമ്മീൻ തന്നെ തല കിള്ളിയത് മേടിക്കാൻ കിട്ടും, അങ്ങനത്തെയാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും ഒരു പാക്കറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക, പുറത്ത് വെക്കാറില്ല. ആവശ്യത്തിന് എടുക്കും, കഴുകുക, ഫ്രൈ ചെയ്യുക, ചമ്മന്തി ഉണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വർഷം കേടാവാതിരിക്കും കേട്ടോ ഉണക്കച്ചെമ്മീൻ, ഉണക്കമീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പാനിൽ ആദ്യം ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കുകയാണ്. ഇവിടെ അന്തുവിന് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കച്ചെമ്മീൻ വറുത്തത്. അപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല ക്രിസ്പിയായി കിട്ടും. അപ്പോൾ ആൾക്ക് എരിവിടുന്നതിന് മുമ്പ് കുറച്ചെടുത്ത് മാറ്റി വെക്കാണ്ട് ഞാൻ. കാരണം എരിവിട്ടാലും ഇഷ്ടപ്പെട്ട സാധനം ഇതുകൊണ്ട് കഴിക്കും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എരിയണമ്മ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റിയതാണ് കുറച്ച്. പിന്നെ ഉള്ളി നന്നാക്കിയത് നിങ്ങൾ കണ്ടല്ലോ, അത് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഈ ഉണക്കച്ചെമ്മീൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. നിങ്ങളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാറില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ സാമ്പാറിൻ്റെ ഒപ്പം പരിപ്പ് കറിയുടെ ഒപ്പമൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഉണക്കച്ചെമ്മീൻ, പിന്നെ ഉണക്കമീൻ അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഉള്ളി ചേർക്കുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണയുടെ കുറവ് വരും, പക്ഷെ ലാസ്റ്റ് വരുമ്പോൾ കറക്റ്റ് എണ്ണ ആവും കേട്ടോ. ഇച്ചിരി എണ്ണ കൂടുതൽ വേണം, എന്നാലാണ് ഈ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതിലോട്ട് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച മുളക് പൊടി ഞാൻ ഉപയോഗിക്കണില്ല ഇതിലോട്ട്. പിന്നെ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കും കേട്ടോ. ചേർത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ട് പിന്നെ ചൂടുള്ള ചട്ടിയിൽ വെക്കണമെന്നില്ല, വേറൊരു പാത്രത്തിലോട്ട് കൈയോട് കൂടി നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്യണത്. വീട്ടിലെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ അജിയേട്ടന് ഇവിടെ ചമ്മന്തി ഉണ്ടാക്കണത് ഇഷ്ടം, പക്ഷേ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കണത് ഇഷ്ടമുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അന്തുവിന് ചോറ് കൊടുക്കുകയാണ്. നമ്മുടെ ഉണക്കച്ചെമ്മീൻ വറുത്തതും ചോറും സാമ്പാറും ഇതൊക്കെ രാവിലെ കൂട്ടിയതുകൊണ്ട് ഇനി കൂട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ടിട്ട് ആളുടെ ചോറ് കൊടുക്കാൻ കേട്ടോ. ഇത്രയും ചോറ് കഴിക്കുള്ളൂ, പിന്നെ കൂടുതൽ എടുക്കാറില്ല. ആവശ്യത്തിന് എടുത്തിട്ട് കൊടുത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും കൊടുക്കും, അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഇത് ഞങ്ങളുടെ ചോറാണ്. അപ്പോൾ അത് ഉണക്കച്ചെമ്മീനുണ്ട്, അവിയലുണ്ട്. അവിയൽ ഞാൻ കുറച്ച് കൂടുതൽ എടുക്കണം, കാരണം എൻ്റെ ഒരു ഫേവറേറ്റ് വെജിറ്റബിൾ ഡിഷസിൽ ഒന്നാണ് അവിയൽ. അതേപോലെ തന്നെ സാമ്പാർ. അപ്പോൾ നല്ല അടിപൊളി ഊണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി ഊണൊക്കെ കഴിച്ചിട്ട് വരാം. അങ്ങനെ ഊണ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം പാത്രങ്ങളുണ്ടല്ലോ സാധാരണ പോലെ തന്നെ എപ്പോഴൊക്കെ ഊണ് കഴിക്കുന്ന അപ്പോഴൊക്കെ പാത്രങ്ങളുണ്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാനിതിപ്പോൾ അജിയേട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാണ്ടിരിക്കുമ്പോൾ ഒരു സുഖമില്ല, അത് കാരണം എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ ആ തുണി എപ്പോഴൊക്കെ ഞാൻ തുടയ്ക്കുമ്പോൾ അതിന് ശേഷം ഞാൻ കഴുകി ആ കിച്ചണിൽ തന്നെ ഒന്ന് വിരിച്ചിടും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതേവരെ സ്റ്റേ ഹെൽത്തി. ബൈ.